beautiful souls. So once again, welcome back to my YouTube channel. അപ്പോൾ ഇന്ന് എൻ്റെ ഫ്രണ്ടിൽ ഒരുപാട് ബുക്സ് ഒക്കെ ഉണ്ട്. ബുക്സ് എന്ന് പറഞ്ഞാൽ ആസ് കമ്പയർ ടു ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറിൽ ബുക്സ് കുറവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന സെക്കൻഡ് ഇയർ ബുക്സിനെ പറ്റിയിട്ടാണ്. സോ സെക്കൻഡ് ഇയർ ബുക്സ് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഈ ബുക്സ് ഞാനിപ്പോൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇത്രയും ബുക്സ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാനിപ്പോൾ ഒരു എക്സാം പേർപ്പസിന് വേണ്ടി പഠിച്ച ബുക്സാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നോളജ് പേർപ്പസിന് വേണ്ടി വായിച്ച ബുക്സാണ്. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ നമ്മളുടെ സെക്കൻഡ് ഇയർ സബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തോളജി, ഫാർമക്കോളജി, മൈക്രോബയോളജി, അങ്ങനെ 3 സബ്ജക്ട്സ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം എന്ന് പറയുന്നത് എക്സാം പേർപ്പസിന് വേണ്ടി പഠിച്ച ബുക്സിനെ പറ്റിയിട്ടാണ്. ഓക്കെ, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മെഡിക്കോസിനെ എടുത്തു വെച്ച് നോക്കിയാലും എക്സാം പാസ്സാകുക എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക് തന്നെയാണ് അല്ലേ. അപ്പോൾ അതെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത ബുക്സും പിന്നെ വേറെ അഡീഷണൽ ആയിട്ട് അറിയുന്ന ബുക്സിനെ പറ്റിയിട്ടുമാണ് ഞാനിപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ എക്സാം പേർപ്പസിന് വേണ്ടി വായിച്ച ബുക്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കുഞ്ഞു ബുക്ക് ഫാർമക്കോളജി താര. ഓക്കെ, താര ബുക്കാണ് ഞാൻ പഠിച്ചത്. മൈക്രോബയോളജിയിൽ ഞാൻ പഠിച്ചത് അപൂർവ ശാസ്ത്രി എന്ന് പറഞ്ഞ ടെക്സ്റ്റാണ്. ആൻഡ് പത്തോളജിയിൽ ഞാൻ പഠിച്ചത് ഹർഷ് മോഹൻ. അങ്ങനെ 3 ടെക്സ്റ്റാട്ടോ. അപ്പോൾ ഞാൻ പത്തോളജിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹർഷ് മോഹനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സാമിന് വേണ്ടിയിട്ട് എഴുതാനായിട്ട് വളരെ നല്ല ബുക്കാണ് ഹർഷ് മോഹൻ. അതായത് എക്സാമിനെന്ന് പറയുമ്പോൾ നമുക്ക് വരയ്ക്കാനും എഴുതാനും ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിലെന്ന് പറയണത് നമുക്ക് ഒരു പിക്ടോറിക്കൽ റെപ്രസെൻറ്റേഷൻ പോലെ നമുക്ക് ഇങ്ങനെ ഓരോരോ പടങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്ലോ ചാർട്ട് പോലെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുന്നത് എല്ലാം ലൈക്ക് ഹെഡിങ് രൂപത്തിൽ കറക്റ്റായിട്ട് ഇവർ അത് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് ഈ ഹർഷ് മോഹനിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ പത്തോളജിയിൽ ഞാൻ പഠിച്ച ബുക്ക് ഹർഷ് മോഹനാണ്. ഓക്കെ, പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ. എന്താ സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പത്തോളജിയിൽ മെയിനായിട്ട് ഈ ഹർഷ് മോഹൻ എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ഒറ്റ തവണയെ വായിച്ചിട്ടുള്ളൂ. സത്യമായിട്ടും പറയാം, ഒറ്റ തവണയെ വായിച്ചിട്ടുള്ളൂ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ സെക്കൻഡ് ഇയറിൽ പത്തോളജി ഫുള്ള് പഠിച്ചത് മാരോ ആപ്ലിക്കേഷനിൽ നിന്നാണ് ഫുള്ളായിട്ട് പഠിച്ചത്. കാരണം മാരോല മാം വളരെ അടിപൊളിയായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ മാം എന്ന് പറയുന്നത് റോബിൻസ് ബേസ്ഡ് ആയിട്ടാണ് മാം പഠിപ്പിക്കുന്നത്. അപ്പം ഞാൻ മെയിൻലി മാം പഠിപ്പിക്കുന്ന കാര്യങ്ങളും പിന്നെ മാരോ നോട്ടും വെച്ചിട്ടാണ് ഞാൻ ഫോളോ ചെയ്തത്. അല്ലാതെ ഞാൻ വേറെ വെളിയിലോട്ട് ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ എക്സാമിൻ്റെ ഒരു ടൈം ആയപ്പോഴത്തേക്കും നമുക്ക് ലൈക്ക് ഹെഡിങ്സ് ആയിട്ട് നമുക്ക് തിരിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ ഹർഷ് മോഹൻ നോക്കിയിട്ട് എന്തൊക്കെ ഹെഡിങ്സ് ആണ് വരുന്നത് എന്നൊക്കെ നോക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഹർഷ് മോഹൻ എടുത്തത്. അല്ലാതെ ഞാൻ ഹർഷ് മോഹനായിട്ട് ഞാൻ പഠിച്ചിട്ടില്ല. പിന്നെ അതിൽ പടങ്ങളും ഒക്കെ വരയ്ക്കാനും അതിന് വേണ്ടി മാത്രമാണ്. ഓക്കെ, അപ്പം ഞാൻ മെയിൻലി പത്തോളജി ശരിക്കും പഠിച്ചിരിക്കുന്നത് റോബിൻസ് ആണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ റോബിൻസിലെ കാര്യങ്ങളാണ് ഈ മാരോയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ മാരോയിൽ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് വളരെ എന്താ പറയുക കൺസൈസ് ആയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ എനിക്ക് പത്തോളജി ഞാൻ സെക്കൻഡ് ഇയർ ആദ്യമേ കയറിയപ്പോൾ കുറേ ഇങ്ങനെ ടീച്ചേഴ്സ് എടുക്കുന്നതും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ലൈക്ക് കോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ലൈക്ക് നമ്മൾ അതിലോട്ട് ഇറങ്ങി നമ്മളൊരു 2-3 തവണ നമ്മളൊരു സബ്ജക്റ്റ് ഒരു ടോപ്പിക്ക് വായിച്ചാലാണ് ആക്ച്വലി പറഞ്ഞ പത്തോളജിയിൽ എന്താ സാധനം നമുക്ക് മനസ്സിലാവത്തുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ അവസാനം മാരോ എടുത്തത്. അപ്പോൾ ഞാൻ മാരോ ആണ് പഠിച്ചത്. പിന്നെ നോട്ട് ദ പോയിന്റ്, ഇതൊരു പ്രൊമോഷൻ പോലെയൊന്നും അല്ല. ആക്ച്വലി എനിക്ക് യൂസായ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളുടെ പത്തോളജിയുടെ കാര്യം. അത് കഴിഞ്ഞാൽ നമ്മുടെ മൈക്രോബയോളജി. അപ്പോൾ ഇതാണ് നമ്മുടെ മൈക്രോബയോളജി ടെക്സ്റ്റ് അപൂർവ ശാസ്ത്രി. അപ്പോൾ മൈക്രോബയോളജിയിൽ ഒരുപാട് ടെക്സ്റ്റുകൾ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പഠിച്ചത് അപൂർവ ശാസ്ത്രിയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ സെക്കൻഡ് ഇയർ തുടങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ടീച്ചേഴ്സ്, അതായത് HOD മാം പ്രത്യേകം പറഞ്ഞു അപൂർവ ശാസ്ത്രി തന്നെ പഠിക്കണം എന്ന് നമ്മളുടെ അടുത്ത് പ്രത്യേകം പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ എല്ലാവരും ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും ഒരേപോലെ ഫോളോ ചെയ്തൊരു ടെക്സ്റ്റ് അപൂർവ ശാസ്ത്രിയാണ്. ഓക്കെ, അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ അപൂർവ ശാസ്ത്രി ഇത് മാത്രമാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമിന് വേണ്ടി പഠിച്ചത്. ശരിക്കും ഇതല്ലാതെ ഞാൻ മാരോയിൽ പോലും അധികം ഞാൻ നോക്കിയിട്ടില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാരോയിൽ എന്ന് പറയുന്നത്
ഇപ്പോൾ ഓരോ ഓർഗാനിസംസ് ഏതൊക്കെ അസുഖങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ള രീതിയിലാണ് അവിടെ പഠിപ്പിക്കുന്നത് മാരോയിൽ. ഓക്കെ, പക്ഷേ നമ്മൾ ഈ അപൂർവശാസ്ത്രയിൽ വന്നിട്ട് ഇന്ന പെർട്ടിക്കുലർ അസുഖം ഇന്ന ഓർഗാനിസംസ് ഉണ്ടാക്കുന്നു. ഓക്കെ, അങ്ങനെയാണ് ഈ ടെക്സ്റ്റിൽ ഫോളോ ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് രണ്ടും രണ്ട് രീതിയിലായതുകൊണ്ട് എന്നെ സംബന്ധിച്ച് അത് അവ്യലുപരിവാവും. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ സത്യം പറയാൻ ഞാനത് നോക്കിയിട്ടില്ല. ഞാൻ മെയിനായിട്ട് നോക്കിയിരിക്കുന്നത് ഈ ടെക്സ്റ്റ് മാത്രമാണ്. പിന്നെ എന്തെങ്കിലും ഇങ്ങനെ എന്താ പറയണേ, ഇങ്ങനെ കോംപ്ലിമെൻ്ററി റിയാക്ഷൻ അങ്ങനെ പറഞ്ഞ് കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ ആ ടോപ്പിക്സിൽ ഇതിൽ പഠിപ്പിക്കുന്നതും മാരോയിൽ പറഞ്ഞിരിക്കുന്നതും രണ്ട് സെയിം തന്നെയാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ മാരോ അത് വെച്ച് ഞാൻ പഠിച്ചിട്ടുള്ളത്. അല്ലാതെ ഞാൻ മാരോ നോക്കിയിട്ടില്ല. അങ്ങനെയാണ് നമ്മുടെ അപൂർവശാസ്ത്രയുടെ കാര്യം. അത് കഴിഞ്ഞാൽ നമ്മുടെ ഫാർമക്കോളജിയിൽ ഞാൻ എക്സാമിന് വേണ്ടി പഠിച്ച ബുക്ക് താരയാണ്. പക്ഷെ ഞാൻ പറയാലോ, താര ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല ശരിക്കും സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഈ ഫാർമക്കോളജി എന്ന് പറയുമ്പോൾ ഒരുപാട് മെഡിസിൻസ്, അതിൻ്റെ ഏരിയാസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിപ്പോൾ എക്സാമിന് വേണ്ടി പാസ്സാകുക എന്ന് ഒരു മനസ്സിൽ ഒന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഫാർമക്കോളജി പഠിച്ചത്. കാരണം എനിക്കിപ്പോൾ നമ്മുടെ പെത്തോളജിയും മൈക്രോബയോളജിയും ഫാർമക്കോളജിയും വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് കുറവ് തോന്നിച്ചത് എനിക്ക് ഫാർമക്കോളജിയിലാണ്. അപ്പോൾ ഞാൻ അത് വെച്ചിട്ടാണ് ഞാൻ ഫാർമക്കോളജി പഠിച്ചത്. ഇപ്പോൾ ഈ താര വായിച്ച് പഠിച്ചത്. പക്ഷേ അതിനു മുന്നിപ്പോൾ നമ്മുടെ ടീച്ചേഴ്സ് ആണെങ്കിൽ എല്ലാവരും പറയുന്നത് KD ത്രിപതിയാണ്. KD ത്രിപതി എന്ന് പറയുന്നത് ഈ ബുക്കാണ്. KD ത്രിപതി ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്, വായിച്ചിട്ടുമുണ്ട്. അങ്ങനെ എല്ലാം ഒന്നും വായിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ടോപ്പിക്സിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ KD ത്രിപതിയിൽ നിന്ന് വായിച്ചിട്ടുണ്ട്. അല്ലാതെ ഞാൻ ഫുള്ളായിട്ട് പഠിച്ചതും പാസ്സായതും ശരിക്കും ഫാർമക്കോളജിയിലാണ്. എനിക്ക് ഇത്തവണ എടുത്തു നോക്കിയാലും ഫാർമക്കോളജിയിലാണ് ഏറ്റവും മാർക്ക് കുറവ്. കാരണം എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. പാസ്സാവാൻ വേണ്ടി മാത്രം പഠിച്ചൊരു സബ്ജക്റ്റാണ് ഫാർമക്കോളജി. അതുകൊണ്ടാണ് ഈ ബുക്ക് ഞാൻ പഠിച്ചത് ഈ ബുക്കാണ്. ഓക്കെ, അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. പക്ഷെ മാരോയിൽ എന്ന് പറയുന്നത് ആദ്യം തൊട്ടേ പഠിച്ചു വരുവാണെന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ പകുതിക്ക് വെച്ചാണ് എടുത്തത്. ഓക്കെ, അപ്പോൾ പകുതിക്ക് വെച്ച് എടുത്തത് കൊണ്ട് തന്നെ എനിക്ക് മാരോ അങ്ങ് പഠിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ പെത്തോളജി മാത്രമാണ് മാരോ ഫുള്ളായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ ഫാർമക്കോളജിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ എന്നുള്ള രീതിയിൽ മാത്രമാണ് ഞാൻ മാരോ കണ്ടിട്ടുള്ളത്. അല്ലാതെ ഞാൻ മാരോ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ അതിലെന്ന് പറയുന്നത് ആദ്യം തൊട്ടേ സാറ് എന്താണ് പഠിപ്പിക്കുന്നത് എന്നുള്ള ആദ്യം തൊട്ടേ ഫോളോ ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാർമക്കോളജിയുടെ ഒരു കൺസെപ്റ്റ് അടിപൊളിയായിട്ട് കിട്ടും മാരോന്ന്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഫാർമക്കോളജിയുടെ കാര്യം. അപ്പോൾ ഈ ടെക്സ്റ്റ് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല ഇത് പഠിക്കണമെന്ന്. പഠിക്കുവാണെങ്കിൽ നമ്മുടെ KD ത്രിപതി വേണം പഠിക്കാനായിട്ട്. ഇത് ഞാൻ അത്രയ്ക്ക് റെക്കമെൻഡ് ചെയ്യില്ല കേട്ടോ. ഇനിയിപ്പോൾ നമ്മളുടെ നോളജ് പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുവാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ KD ത്രിപതി ഈ ബുക്ക്. അപ്പോൾ ഈ ബുക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ഇങ്ങനെ ഓരോ ഡ്രഗിനെ പറ്റിയിട്ടും, ഇപ്പോൾ പെൻസിലിൻ, സെഫാലോസ്പോറിൻ, അങ്ങനെ ഓരോ ഡ്രഗിനെ പറ്റിയിട്ടും വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചാൽ തന്നെ ലൈക്ക് ഫാർമക്കോളജിയിൽ ഓൾമോസ്റ്റ് നമുക്ക് എല്ലാ മരുന്നുകളെ പറ്റിയിട്ടും നല്ലൊരു നോളജ് കിട്ടും. ഓക്കെ, ഫാർമക്കോളജി. അപ്പൊ റോബിൻസ് ആണ് നമ്മളുടെ കോളേജിൽ നിന്ന് തന്നത്. അപ്പൊ റോബിൻസ് ആണ് പെത്തോളജിയിലെ ഗോൾഡ് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ എല്ലാവരും പറഞ്ഞാലും ടീച്ചേഴ്സ് പറഞ്ഞാലും എല്ലാവരും ഒരുവിധം പഠിച്ചവരൊക്കെ റോബിൻസ് ആണ് പഠിച്ചിട്ടുള്ളത്. ഞാനും ബേസിക്കലി റോബിൻസ് തന്നെയാണ് പഠിച്ചിരിക്കുന്നത്. അത് മാരോയിലുള്ള മാം പറയണ കേട്ട് റോബിൻസ് ആണ് പഠിച്ചിട്ടുള്ളത്. ഓക്കെ, പക്ഷെ ഞാൻ ടെക്സ്റ്റ് അധികം ഞാൻ വായിച്ചിട്ടില്ല. പടങ്ങൾ നോക്കാനും ഒക്കെയാണ് ഞാൻ മെയിൻലി എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലെന്ന് പറയണത് ഇത് റോബിൻസ് ശരിക്കും 3 ടൈപ്പ് റോബിൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഒന്ന് നല്ല വലുത്, പിന്നെ എൻ്റെ മീഡിയം, പിന്നെ എൻ്റെ ഒരു ചെറിയ ചോട്ടാ വേർഷൻ. അപ്പോൾ ഇത് രണ്ടും ചോട്ടാ വേർഷൻ റോബിൻസ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, അപ്പോൾ അത്രേ ആണ് നമ്മളുടെ സെക്കൻഡ് ഇയർ ബുക്സ് എന്ന് പറയുന്നത്. പിന്നെ ഹൗ ടു അപ്പിയർ, എക്സാമിന് നമ്മൾ എങ്ങനെ അപ്പിയർ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയർ ഫസ്റ്റ് ഇയർ MBBS ക്രാക്ക് ചെയ്ത എല്ലാ സ്റ്റുഡൻസിനും സെക്കൻഡ് ഇയർ MBBS എന്തായാലും ക്രാക്ക് ചെയ്യാൻ പറ്റും. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ക്ലിക്ക് കിട്ടി. അതായത് എങ്ങനെ എഴുതണം, എങ്ങനെ എക്സാമിന് പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അതായത് ഇറ്റ് ഈസ് മെയിൻലി ബേസ്ഡ് ഓൺ പേപ്പർ പ്രസൻറ്റേഷൻ. അതായത് ഇപ്പോൾ റോബിൻസ് ആണെങ്കിൽ നമ്മൾ എന്തോരം പടങ്ങൾ വരയ്ക്കുന്നു, നമ്മൾ ഹിസ്റ്റോളജിക്കൽ ഡയഗ്രാംസ് എന്തോരം വരയ്ക്കുന്നു, അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കും.
മൈക്രോബയോളജിയിലും അതെ കുറേ ഹിസ്റ്റോളജിക്കൽ ഡയഗ്രാംസ് ഉണ്ട്. പക്ഷെ ഫാർമക്കോളജിയിലെ ഡയഗ്രാംസ് ഇല്ല. പക്ഷെ ഡയഗ്രാംസിന് പകരം നമുക്ക് ഫ്ലോ ചാർട്ട്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അത്രേ ഉള്ളൂ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഫസ്റ്റ് ഇയർ വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഹിസ്റ്റോളജി ഓരോ ഓർഗൻ്റെയും ഹിസ്റ്റോളജിക്കൽ ഡയഗ്രാം വളരെ പക്കയായിട്ട് അറിയണം. എന്നാൽ മാത്രമാണ് നമുക്ക് സെക്കൻഡ് ഇയറിൽ നമുക്ക് നന്നായിട്ട് എക്സാമിന് എഴുതാൻ പറ്റത്തുള്ളൂ എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെ ഞാൻ ഇപ്പോഴും പറയുന്നത്, ഫസ്റ്റ് ഇയറിലുള്ള മറ്റേ ഹിസ്റ്റോളജി നന്നായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അനോമാലിയാണ് നമ്മൾ പെത്തോളജിയിൽ പഠിക്കുന്നത്. അപ്പോൾ അതിലെന്ന് പറയുന്നത് നല്ലോണം ഇമാജിനേഷൻ വേണം. പെത്തോളജി പഠിക്കാനായിട്ട് നല്ല ഇമാജിനേഷൻ വേണം. നമുക്ക് പെത്തോളജിയിൽ ബൈ ഹാർട്ട് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. പക്ഷെ ആ പരിധി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ബൈഹാർട്ട് ചെയ്യാൻ പറ്റത്തില്ല ഈ പെത്തോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ്. അപ്പം നല്ല ഇമാജിനേഷനും പിന്നെ ഒരുപാട് കളേഴ്സൊക്കെ യൂസ് ചെയ്ത് നന്നായിട്ട് വരയ്ക്കുന്ന ഒരാൾക്കാരാണെങ്കിൽ ഒരുപാട് പേരുണ്ടാവും, ആർട്ടിസ്റ്റ് അല്ലേ, നന്നായിട്ട് പടം വരയ്ക്കാൻ അറിയുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നന്നായിട്ട് വരച്ചു വിട്ട് കഴിഞ്ഞാൽ നമുക്ക് പെത്തോളജി സൂപ്പറായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതേപോലെയാണ് മൈക്രോബയോളജിയിലുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഓർഗാനിസത്തിൻ്റെ പേരുകളൊക്കെ കാണാതെ പഠിക്കുക എന്ന് പറയുന്നത് ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് ഇച്ചിരി മടി തോന്നിയൊരു കാര്യം അത് തന്നെയാണ് നമ്മളുടെ മൈക്രോബയോളജിയിൽ. അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, മൈക്രോബയോളജിയും സ്മൂത്തായിട്ട് തന്നെ പോവും. അത് കഴിഞ്ഞ് ഫാർമക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രഗ്സിൻ്റെ പേരുകൾ തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വായിച്ച് പഠിക്കാനല്ലാതെ വേറെ ഓപ്ഷനൊന്നും നമ്മുടെ ഫാർമക്കോളജിയിലില്ല. എനിക്ക് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്ന ഒരാളല്ല ഞാൻ. അതായത് ഒരു കാര്യം തന്നെ ഇങ്ങനെ എപ്പോഴും വായിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് ആയിരിക്കണം എനിക്ക് ഫാർമക്കോളജി എന്ന് പറയുന്നത് എനിക്ക് ഇച്ചിരി ബോറായിട്ട് എനിക്ക് തോന്നിയത്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് എനിക്ക് അത്ര കമ്പാരിറ്റീവ്ലി ഇഷ്ടം തോന്നാത്തൊരു സബ്ജക്റ്റ് ഫാർമക്കോളജിയാണ്. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും മാർക്ക് കുറവ് ഫാർമക്കോളജിക്ക് തന്നെയായിരുന്നു. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോ എന്നാ വരിക എപ്പോഴാണ് വരിക എന്നൊന്നും പറയാൻ പറ്റില്ല. ഇനി ഞാൻ റെഗുലറായിട്ട് വീഡിയോ ഇടാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.